അനിൽ ആന്റണി വേറൊരു തമാശയല്ല. അനിൽ ആന്റണിയെ പ്രകടന പത്രിക നിർമ്മാണ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ടെന്നാണ്. പ്രകടന പത്രിക എന്നും എവിടെയും അറിയപ്പെടാത്ത അനിൽ ആന്റണി എന്നുള്ള ഒരു വ്യക്തി പീസിനെ, അങ്ങനെ വേണം പറയാൻ, അനിൽ ആന്റണി എന്ന വ്യക്തി പീസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി വരുന്നു. എന്നിട്ട് ജയിക്കുവോ? ഇല്ല, പച്ചയായ സത്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം അല്ല, അനിൽ ആന്റണിക്ക് വേണ്ടി ഞാൻ ഏറ്റവും വലിയ ശരിക്കും ഷോക്കായി നിൽക്കുന്ന ഒരു സംഭവം അനിൽ ആന്റണിക്ക് വേണ്ടി പ്രധാനമന്ത്രി രംഗത്തിറങ്ങുക എന്നുള്ളതാണ്. വല്ലാത്തൊരു രീതിയിലേക്കുള്ള ജനങ്ങളുടെ പണമാണ് ഈ അടിച്ച് പൊളിച്ചു കളയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു കാരണവശാലും ജയിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളെയൊക്കെ പോയി പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുക. അല്ല, അത് ഈ BJP സ്ഥാനാർത്ഥികളൊക്കെ പറയുന്നത് ഞങ്ങൾ വലിയ വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കുന്നതാണ്. പാലക്കാട് ശരിക്കും നമ്മളെ മെട്രോ ശ്രീധരൻ പിള്ളരെ കൊണ്ട്, അയാൾ എത്രയോ ബുദ്ധിയുള്ള മനുഷ്യനാണെന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ് നമ്മളൊക്കെ. അയാളെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പണിയിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. PC ജോർജ് എന്ന് BJPയിലേക്ക് കാലെടുത്ത് കുത്തിയോ അന്നാണ് അദ്ദേഹം നശിച്ചു തുടങ്ങിയത്. അതായത് ഈ BJP സ്ഥാനാർത്ഥിയായിട്ട് PC ജോർജ് ആണെങ്കിൽ കുറച്ചേനും വോട്ട് വന്നേ. അതെ, PC ജോർജ് ആണെങ്കിൽ ശരിക്കും നല്ല രീതിയിലേക്ക് വോട്ട് വന്നേനെ എന്നാ പറയുന്നത്. നല്ല രീതിക്ക് വോട്ട് വന്നില്ലെങ്കിലും പക്ഷെ എഗെയിൻസ്റ്റ് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൊണ്ട് ഒക്കെ കുറെ വോട്ടുകൾ വന്നേനെ. ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഒരല്പം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയാൽ മാത്രമേ, അവരുടെ വോട്ട് കൂടി വന്നാൽ മാത്രമേ BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സീറ്റ് ഇവിടെ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് ഈ ക്ലാസിഫൈ ചെയ്തപ്പോൾ പത്തനംതിട്ടയെ A ക്ലാസ് മണ്ഡലമായി BJPക്ക് കണക്കാക്കാൻ കഴിയുന്ന വോട്ട് ഷെയർ അവിടെ ലഭിച്ചുവെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയാം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അത് C ക്ലാസ് മണ്ഡലമായി മാറും. അതെന്തുകൊണ്ടാണ് അനിൽ ആന്റണി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. നമസ്കാരം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എങ്ങനെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി എന്നുള്ള കണ്ടീഷനിലേക്കാണ്. ആന്റണിന്റെ മോനാണ്, അപ്പൊ മിക്കവാറും കുരുട്ടുബുദ്ധികളൊക്കെ കുറച്ച് അത്യാവശ്യം ഉണ്ടാവുമല്ലോ. അത് പറയാതിരിക്കാൻ വയ്യ. അല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാനായോ, ജയിക്കാനൊക്കെ ചിന്തിക്കാനായോ അനിൽ ആന്റണിക്ക്? അല്ല, അത് ഈ BJP സ്ഥാനാർത്ഥികളൊക്കെ പറയുന്നത് ഞങ്ങൾ വലിയ വമ്പിച്ച ഭൂരിപക്ഷം ജയിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ മത്സരിക്കുമ്പോ ഏത് സ്ഥാനാർത്ഥി ജയിക്കുന്നല്ലാതെ പറയും. പക്ഷെ എന്നാലും പറയുമ്പോൾ പ്രസ്താവന നടത്തുമ്പോൾ ഒരു മാന്യതൊക്കെ വേണ്ടേ? കഴിഞ്ഞ തവണ ശരിക്കും സുരേന്ദ്രൻ 37 സീറ്റിലൂടെ ഞങ്ങളും അതൊന്നുമല്ല ഏറ്റവും വലിയ പ്രശ്നം. പാലക്കാട് ശരിക്കും നമ്മളെ മെട്രോ ശ്രീധരൻ പിള്ളരെ കൊണ്ട്, അയാൾ എത്രയോ ബുദ്ധിയുള്ള മനുഷ്യനാണെന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ് നമ്മളൊക്കെ. അയാളെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പണിയിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അല്ല, അതിപ്പം BJP ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കിയപ്പോ അവര് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അത് അവരുടെ ഒരു സ്ഥിരം രീതിയാണ്. അല്ല, മുഖ്യമന്ത്രിയാവുന്ന നമുക്ക് അതൊന്നും ഒരിക്കലും ഒരു പാർട്ടിയെ കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോ ആ രീതിയിലുള്ള സ്വപ്നമൊന്നും കാണാനുള്ള സമയം ആയിട്ടില്ല BJPക്ക് എന്നാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിക്ക് വിജയിക്കുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് ഈ പറയുന്ന ബുദ്ധിയൊന്നും പോരാ, ഈ പറയുന്ന വിളവൊന്നും പോരാ എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പത്തനംതിട്ട BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലാസിഫൈ ചെയ്തതിൽ A ക്ലാസ് മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ശബരിമലയുടെ ഒക്കെ പശ്ചാത്തലത്തിലൊക്കെ കുറെ വോട്ടൊക്കെ അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ നേടാൻ പറ്റി. ഞാൻ ഇപ്പോഴാലോചിക്കുന്ന അതല്ല, എന്തായിരിക്കും PC ജോർജിന്റെ മനസ്സിലെന്താണ് ഈ അനിൽ ആന്റണിയുടെ പടയോട്ടം? അദ്ദേഹം എന്റെ നല്ല സുഹൃത്താണ്. പക്ഷേ അദ്ദേഹം എന്നോട് പോലും തുറന്നു പറഞ്ഞൊരു വിഷയം എന്താ വെച്ചാൽ ശരിക്കും എന്താണ് പറയാ, ഒരു സീറ്റ് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് സംസാരിച്ചത്. അതായത് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പോയത്. വെറുതെ ഒന്നും PC ജോർജ് പോകത്തില്ല. PC ജോർജ് തന്നെ രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയത്തിന് വല്ലാത്ത രീതിയിലേക്ക് പറ്റിയ ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ നാട്ടിൻപുറത്ത് പറയും ഈ അട്ടേന്റെ കണ്ണ് കണ്ട ആള്, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളാണ് PC ജോർജ്. അങ്ങനെ PC ജോർജ് തന്നെ, PC ജോർജ് ശരിക്കും എന്താണ് പാവം, വല്ലാത്തൊരു വിഷമായി പോയി, വലിയ പ്രയാസമായി പോയി. എന്തായാലും PC ജോർജ് ശരിക്കും ഞാൻ മനസ്സിലായി തുറന്നു സമ്മതിച്ചില്ലെങ്കിലും PC ജോർജിനെ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് PC ജോർജ് എന്ന് BJPയിലേക്ക് കാലെടുത്ത് കുത്തിയോ അന്നാണ് അദ്ദേഹം നശിച്ചു തുടങ്ങിയത്. എല്ലാന്ന് പറയാൻ കഴിയില്ല. അത് PC ജോർജ് തുറന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് പറ്റും. പക്ഷെ അദ്ദേഹത്തിന് രീതി പറഞ്ഞാല് പിന്നെ നാശം പ്രത്യക്ഷത്തിൽ വന്നത്, മറ്റുള്ളതൊക്കെ അദ്ദേഹം നശിച്ചു തുടങ്ങിയിരുന്നു. കാരണം എവിടെയും നിൽക്കാതെ എങ്കിലും കേരള സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അത് മൊത്തം നശിച്ചത് ഇതുണ്ടായിരുന്നു. ഒരു കാലത്ത് സ്ത്രീകൾക്ക് എന്തൊരു ആരാധനയുള്ള പുരുഷനായിരുന്നു അറിയോ അദ്ദേഹം. ഞാൻ അത് പറയുമ്പോ ലാസ്റ്റ് സമയം വരെ ഞാൻ ഒരു PC ജോർജിനോട് ചോദിച്ച സമയത്ത് ഒരു ചോദ്യം അദ്ദേഹം അത് സ്കിപ്പായി പോവുകയാണ് ചെയ്യുക. ശരിക്കും അദ്ദേഹത്തിന് ആ ഒരു എവിടെയോ വഴി തെറ്റിപ്പോയി എന്നുള്ളൊരു. പക്ഷെ ഈ അനിൽ ആന്റണിയെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്യുന്നതിന് BJPയുടെ നേതൃത്വം, എസ്പെഷ്യലി അമിത്ഷാ, അദ്ദേഹം ഭീകരനാണ് എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. തെരഞ്ഞെടുപ്പിന് എവിടെയാണ് ഇങ്ങനെയൊരു കാൽക്കുലേഷൻ, എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കാൽക്കുലേഷൻ അനിൽ ആന്റണിയെ പത്തനംതിട്ട പോലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ
പോസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള ഇൻപുട്ടാണ് അവർക്ക് കിട്ടിയതെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതത്തോട് നേരെ കുറച്ച് വേറെ കാര്യം പറയാനുണ്ട്. അതായത് ഈ BJP സ്ഥാനാർത്ഥിയായിട്ട് PC ജോർജ് ആണെങ്കിൽ കുറച്ചതിന് വോട്ട് വന്നേ. അതെ അതെ, PC ജോർജ് ആണെങ്കിൽ ശരിക്കും നല്ല രീതിയിലേക്ക് വോട്ട് വന്നേനെ എന്നാ പറയുന്നത്. നല്ല രീതിയിൽ വോട്ട് വന്നില്ലെങ്കിലും പക്ഷേ എഗെയിൻസ്റ്റ് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ എന്താ തുറന്നു പറച്ചിലുകൊണ്ട് ഒക്കെ കുറെ വോട്ടുകൾ വന്നേനെ. അതെ, PC ജോർജിന് ഓരോ ലെവലുണ്ടല്ലോ. PC ജോർജിന് ഒരു ലെവലുണ്ട്. ആ ലെവലിൽ നിന്നുകൊണ്ട് PC ജോർജിന് BJPയുടെ പിന്തുണയോട് നേരത്തെ ജനപക്ഷം എന്നുള്ള നിലയിൽ അത് BJPയോട് ചേർന്ന് നിന്ന ഒരാളെന്നുള്ള നിലയിൽ ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടിയാൽ കിട്ടുമായിരുന്നു. ഒരിക്കലും ഏത് തരത്തിലുള്ള റീഡിംഗ് ആണ് അനിൽ ആന്റണിയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഞാനിപ്പോഴും അത്ഭുതത്തോടു കൂടി കാണുകയാണ്. അറിയില്ല, ഇതുവരെയും പ്രകടമായിട്ടൊന്നും വന്നിട്ടില്ല. അല്ല, അനിൽ ആന്റണിക്ക് വേണ്ടി ഞാൻ ഏറ്റവും വലിയ ശരിക്കും ഷോക്കായി നിൽക്കുന്ന ഒരു സംഭവം വെച്ചാൽ അനിൽ ആന്റണിക്ക് വേണ്ടി പ്രധാനമന്ത്രി രംഗത്തിറങ്ങുക എന്നുള്ളതാണ്. വല്ലാത്തൊരു രീതിയിലേക്കുള്ള ജനങ്ങളുടെ പണമാണ് ഈ അടിച്ച് പൊളിച്ചു കളയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു കാരണവശാലും ജയിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥികളെയൊക്കെ പോയി പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുക. ഞാൻ പറയുന്നത് ചില ആളുകളൊക്കെ മുട്ടം തെറി തന്നെ പറഞ്ഞേക്കാം, പക്ഷേ പറയുന്ന കാര്യം അനിൽ ആന്റണിക്കൊക്കെ വേണ്ടി റോഡ് ഷോ നടത്തുക, പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുക. എന്താണ് ഖജനാവ് കൊള്ളടിക്കുന്നത്? നമ്മുടെ ഒക്കെ പണമാണ് ഈ അടിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ല, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് 370 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു പോയല്ലോ. വല്ലാത്ത രീതിയിലേക്കുള്ള കഷ്ടങ്ങളാണ്. അതായത് ഒരു സ്ഥാനാർത്ഥി എന്നും എവിടെയും അറിയപ്പെടാത്ത അനിൽ ആന്റണി എന്നുള്ളൊരു പീസിനെ, അങ്ങനെ വേണം പറയാൻ, അനിൽ ആന്റണി എന്ന പീസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി വരുന്നു. എന്നിട്ട് ജയിക്കുവോ? ഇല്ല. പച്ചയായ സത്യമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം BJP മനസ്സിലാക്കിയിട്ടില്ല എന്ന് വ്യക്തമായി പറയാൻ കഴിയും. അതായത് ഏത് സ്ഥാനാർത്ഥി എവിടെ നിർത്തണമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത നേതൃത്വം. ഇതിനപ്പുറത്ത് എന്താ പറയണ്ടേ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്ത് കിട്ടിയാലും അത് ലോട്ടറിയാണ്. അപ്പൊ ആ നിലയിൽ എന്ത് തരത്തിലുള്ള മാർഗം ഉപയോഗിച്ചിട്ടായാലും ഒരു സീറ്റ് നേടിയെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അവർ കാട്ടിക്കൂട്ടുന്ന അബദ്ധങ്ങളാണ്. അതല്ലാതെ ഈ തരത്തിലുള്ള ഒരു ശ്രമവും കേരളത്തിൽ വിജയിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുടെ വളരെ പ്രത്യക്ഷത്തിലുള്ള വിവരങ്ങൾ അവരുടെ ദുഃഖവെള്ളി സന്ദേശം എന്നുള്ള നിലയിൽ വന്നത് നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഒരല്പം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയാൽ മാത്രമേ, അവരുടെ വോട്ട് കൂടി വന്നാൽ മാത്രമേ BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സീറ്റ് ഇവിടെ നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള ആളുകളെ BJPയോട് ചേർത്ത് അതിൽ തന്നെ അവർക്ക് സീറ്റ് കൊടുത്ത് അവിടെയൊക്കെ വിജയിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്തയൊക്കെ അവർ വളർത്തിയെടുക്കുന്നത്. അത് എവിടെയും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും എത്തിച്ചെത്തിപ്പിക്കുന്ന കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് എന്തുമാവാം എന്നുള്ള നിലയിലാണ് ഇപ്പം അവിടേക്ക് അച്ചു ഉമ്മനെ, ചാണ്ടി ഉമ്മനെ ഒക്കെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടുള്ള അനിൽ ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റും അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവർ ഇറങ്ങില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ വന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി അനിൽ ആന്റണിക്കെതിരായി അച്ചു ഉമ്മൻ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരും എന്നുള്ള രീതിയിൽ തന്നെ UDF അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. അല്ല, പല വ്യാജ പോസ്റ്റുകളും, അതായത് ഇത് മാത്രമല്ല, ശരിക്കും പല വ്യാജ പോസ്റ്റുകളും അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? എല്ലാ പാർട്ടികളും. അത് ഈ കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം, പക്ഷെ അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചാരണങ്ങളും ഫേക്ക് പ്രചാരണങ്ങളും ഒക്കെ നടത്തുന്ന ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷെ ഇവിടെ ഇപ്പം വളരെ കൃത്യമായി അച്ചൂമ്മൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആന്റണിക്ക് വേണ്ടി രംഗത്തിറങ്ങുമെന്നുള്ള രീതിയിൽ UDF അതിന് തിരിച്ചടി കൊടുത്തു കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഏത് രീതിയിലാണ് അനിൽ ആന്റണി, വേറൊരു തമാശയല്ല, അനിൽ ആന്റണിയെ പ്രകടന പത്രിക നിർമ്മാണ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ടെന്നാണ്. പ്രകടന പത്രിക എന്താണ് ഇത് അദ്ദേഹത്തിന്റെ ഈ കാലയളവിലുള്ള രാഷ്ട്രീയ രംഗത്തെ സംഭാവന? അല്ല, ഞാൻ അതാണ് പറയുന്നത്. കേരളത്തിലെ BJP ഒരിക്കലും ഗതി പിടിക്കാൻ വേണ്ടി പോകുന്നില്ല. കാര്യം ഒരു തരത്തില് പഴയ നേതാക്കന്മാരെ മാറ്റി നിർത്തിയ ഒരു സ്വഭാവം. അതായത് പഴയ നേതാക്കന്മാർക്ക് ആകെ പരിഗണന കൊടുത്തത് എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ വിട്ട് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്കോ പോകുമെന്നുള്ള സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് ശരിക്കും ആലപ്പുഴ കൊടുത്തത്. അതും പരസ്യമായിട്ട് പൊട്ടിത്തെറിച്ചല്ലോ CK പത്മനാഭൻ, CKP. അദ്ദേഹം പത്മജയെ ഇതേപോലെ എഴുന്നള്ളിച്ച് കാസർഗോഡ് മഞ്ചേശ്വരത്ത് കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. പിന്നീട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇത് കാലാകാലമായി ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളുകളെ അവമതിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ പരസ്യമായി അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഇറക്കി രംഗത്ത് വന്നു. അതിന് വേറെ വിഷയമുണ്ട്. അതായത് പത്മനാഭൻ എന്നൊക്കെ പറയുമ്പോ BJPയുടെ ഒക്കെ ആദ്യത്തെ പ്രവർത്തകനാണ്. ദീർഘകാലമായി അദ്ദേഹമൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ കൂടെ അദ്ദേഹത്തെ ഞാൻ എറണാകുളത്ത് നിന്ന് കണ്ട സമയത്ത് എന്തുകൊണ്ടാണ് ഫ്രെയിമിൽ വരാത്തത് എന്ന് പറയുമ്പോ ചോദിച്ചപ്പോ
എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അല്ല, BJP യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന സംഭവത്തെ ഒരു ചൂതാട്ടമാക്കി മാറ്റി. അതെ, സത്യം അതാണ്. ഏത് കാർഡിട്ടാലാണ് കൂടുതൽ പണം കിട്ടുക എന്നുള്ള രീതി ശരിക്കും അതാണ് ശരിക്കും നയം. ശരിക്കും അത് തെരഞ്ഞെടുപ്പിൽ അത് കേരളം പോലൊരു സംസ്ഥാനത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് അത് ഒരു പക്ഷേ ഒന്നിട്ടാൽ രണ്ട് കിട്ടുന്ന രീതിയിൽ അവർക്ക് ചൂതാട്ടം നടത്താൻ പറ്റിയിട്ടുണ്ടാകാം. പക്ഷെ അതും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് BJP കരുതേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പ് അത്തരത്തിലുള്ള ചില തിരിച്ചടികൾ BJPക്ക് കർണാടകയിൽ നിന്ന് തന്നെ ആ തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് കർണാടകയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചൂതാട്ടം എല്ലാ കാലത്തും നടത്താൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് അവര് ഈ തെരഞ്ഞെടുപ്പ് തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും അത്തരം ചൂതാട്ടമൊന്നും വിലപ്പോകുന്ന സ്ഥലമല്ല. നമുക്ക് കാണാൻ കഴിയും. എന്തിനാക്കുക കേരളം ബഹുമാനിക്കുന്നത്? രാജഗോപാലിന് ഇവിടെ സീറ്റ് കൊടുത്തു, MLA ആക്കി അല്ലേ? തീർച്ചയായും. എന്തിനെയാണ് കേരളം ബഹുമാനിച്ചത്? അദ്ദേഹത്തിന്റെ ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഈടുവെപ്പുണ്ട്. രാജഗോപാൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് കേരളം, BJP ആണെങ്കിൽ പോലും. പക്ഷേ അതേപോലെ തന്നെ കുമ്മനം രാജശേഖരൻ BJP ആയിട്ട് അദ്ദേഹം കുറച്ചേ പ്രവർത്തിച്ചുള്ളെങ്കിലും അദ്ദേഹം ഒരു ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എന്നുള്ള നിലയിൽ മറ്റു സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെട്ട ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും കുറെയൊക്കെ വോട്ട് കേരളം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന അഭ്യാസികൾക്കൊന്നും കേരളത്തിലെ ജനങ്ങൾ ഒരു വോട്ട് പോലും, പ്രത്യേകിച്ച് ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. ഇപ്പൊ പത്മനാഭൻ, അതുപോലെ തന്നെ നമ്മുടെ രാജഗോപാല്, അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ എല്ലാ സമൂഹങ്ങളെയും ഉൾക്കൊണ്ടു പോകുന്ന രീതിയിലേക്കായിരുന്നു. അവരൊക്കെ തട്ടിയിട്ടാണ് ഇവരൊക്കെ ശരിക്കും മെയിനായി വന്നേക്കുന്നത്. അവര് ഇപ്പൊ ഈ പറയുന്ന മോദിയോ അമിത്ഷായോ ഇറക്കിയിട്ടുള്ള ഒരു പുതിയ BJPയുടെ ആളുകളല്ല. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മതത്തെയും ഉൾക്കൊണ്ടു പോകുന്ന രീതിയിലേക്കായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അവർക്ക് നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു. BJP ആണെങ്കിലും അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സ്വീകാര്യത ഇപ്പൊ വാജ്പേയിക്ക് ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യതയുണ്ട്. എ ഗുഡ് മാൻ ഇൻ എ ബാഡ് പാർട്ടി എന്നാണ് വാജ്പേയിയെ കുറിച്ച് പറയുക. നല്ല മനുഷ്യനാണ്, നല്ല കാര്യങ്ങൾ, നല്ല കാഴ്ചപ്പാടുകൾ. പക്ഷെ അദ്ദേഹത്തിന്റെ ഇടം BJP ആയിപ്പോയി, അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം BJP ആയിപ്പോയി എന്നായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പറയാറ്. അപ്പൊ ആ ഒരു സ്കൂളിൽപ്പെട്ട കുറെ നേതാക്കളുണ്ട്. ഇപ്പൊ ശ്രീധരൻപിള്ള ആ സ്കൂളിൽപ്പെട്ട ഒരു നേതാവ്. പത്മനാഭൻ ഇതൊരു സുവർണാവസരമാണ് ഉപയോഗിക്കണം എന്ന് അദ്ദേഹം അബദ്ധത്തിൽ പറഞ്ഞു പോയെങ്കിലും, പക്ഷേ ശ്രീധരൻപിള്ള ഈ CKP ആണെങ്കിലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ രാജഗോപാലാണെങ്കിലും ആ ഒരു സ്കൂളിൽപ്പെട്ട വാജ്പേയി സ്കൂളിൽപ്പെട്ടവർ അവരെയൊക്കെ വെട്ടി മാറ്റി മ്യൂസിയം പീസാക്കി അവരെയൊക്കെ പുതിയ അവതാരങ്ങളാണല്ലോ രംഗത്ത്. അവിടെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എങ്ങനെയും സീറ്റ് സംഘടിപ്പിക്കുന്ന ഒരു ചൂതാട്ടം മാത്രമായിട്ട് ഇന്ന് BJP മാറ്റിയിരിക്കുന്നത്. അതിന്റെ സ്വഭാവത്തിലാണ് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ പടച്ചു വിടുന്ന പല അവതാരങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. തീർച്ചയായും. അപ്പോ പത്തനംതിട്ടയില് അനിൽ ആന്റണി എത്രത്തോളം രീതിയിലേക്ക് ജയിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ലെവലിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ള സംഭവത്തിലാണ് ശരിക്കും BJP നേതാക്കളൊക്കെ മിക്കവാറും നല്ല ഭൂരിപക്ഷത്തിൽ, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്നൊക്കെ മന്ദബുദ്ധികളായ ചില ആളുകൾക്ക് പറഞ്ഞിരിക്കും. പക്ഷേ അതൊന്നും ഒരു കാരണവശാലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തപ്പോൾ പത്തനംതിട്ടയെ A ക്ലാസ് മണ്ഡലമായി BJPക്ക് കണക്കാക്കാൻ കഴിയുന്ന വോട്ട് ഷെയർ അവിടെ ലഭിച്ചുവെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയാം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അത് C ക്ലാസ് മണ്ഡലമായി മാറും. അതെന്തുകൊണ്ടാണ് വെച്ചാൽ അനിൽ ആന്റണി നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അതെ. അപ്പോ നന്ദി, നമസ്കാരം.